ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കാണിക്കുന്നത് 38 ഇഞ്ച് ഇടുപ്പളവുള്ള ഒരു ഹൈനെക്ക് ബ്ലൗസിൻ്റെ വീഡിയോസാണ്. 38 ഇഞ്ച് ഇടുപ്പളവാണ്. അതൊരു ഹൈനെക്ക് ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ ഷോൾഡറും ആംഹോളും ഒക്കെ എത്ര ഏതാ എടുക്കേണ്ടി വരും എന്നാണ് ഇതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇത് ഞാൻ തന്നെ തച്ചൊരു ബ്ലൗസ് ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഞാൻ എടുക്കും. ചെസ്റ്റും ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റും. മറ്റേ പുറത്തുനിന്ന് ഒരാൾ തയ്ച്ച ബ്ലൗസാണ് അളവിന് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഒരിക്കലും ചെസ്റ്റ് വണ്ണം അളന്നെടുക്കാറില്ല. ഇടുപ്പ് വണ്ണം മാത്രത്തിലാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൈയാണ്. കൈവണ്ണം അളന്നെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇടുപ്പ് വണ്ണത്തിൻ്റെ 4/1, അതായത് 38 ഇഞ്ചിൻ്റെ 4/1 ആയപ്പോൾ 9.5. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടണം, 10.5. അതാണ് നമ്മളെ കൈവണ്ണം. അത് എല്ലാ ബ്ലൗസിനും അത് തന്നെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഇടുപ്പ് വണ്ണത്തിൻ്റെ 4/1 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കൈവണ്ണം കിട്ടും. 12 ഇഞ്ചാണ് അവർക്ക് കൈനീളം വേണ്ടത്. അപ്പോൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 13 ഇഞ്ച് കൈനീളം വയ്ക്കും. കൈക്കുഴി നമ്മൾ 3 ഇഞ്ച് കൈക്കുഴി എടുക്കണം. എല്ലാ അളവിനും നമ്മൾ 3 ഇഞ്ചാണ് കൈക്കുഴി എടുക്കുന്നത്. പിന്നെ കൈയുടെ വിട്ടെടുക്കുന്നത് 2 ഇഞ്ചാണ്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഏതളവ് ബ്ലൗസ് ആയാലും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഷേപ്പിന് ഒരു മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കോൺ പോലെ വരച്ചിട്ട് അതൊന്ന് ഒരു 1/2 ഇഞ്ച് താഴോട്ടാക്കി ഷേപ്പ് ആക്കണം. അതാണ് ഞാൻ അങ്ങനെ വരച്ചത് കേട്ടോ. ഇതാണ് നമ്മുടെ കൈയുടെ ഷേപ്പ്. ഇങ്ങനെ അങ്ങ് വെട്ടിയെടുത്താൽ മതി. നമ്മൾ ബാക്ക് വെട്ടിയെടുക്കുകയാണ്. ഒരുപാട് പേര് എന്നോട് ഹൈനെക്ക് ബ്ലൗസ് ചോദിച്ചു. ഞാൻ ഈ വിരലിൽ എണ്ണുന്ന എന്താന്ന് എല്ലാവരും ചോദിച്ചു. അത് നമ്മുടെ ഈ വണ്ണം ആണ് ഞാൻ അത് എണ്ണുന്നത്. അതായത് ഇടുപ്പളവ് 38 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ 4/1 എന്ന് പറയുന്നത് എത്രയാണ്? 38ന്റെ 4/1 9.5. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ കൂട്ടണം. അതായത് 10.5, 11.5, 12.5. 12.5 ഇഞ്ച് വണ്ണത്തിലാണ് ഇത് എടുക്കുന്നത്. ഇതിന് 16.5 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. അപ്പം ഒരു 17 ഇഞ്ച് ലെങ്തിൽ നമ്മൾ വെട്ടണം. 1/2 ഇഞ്ചൊക്കെ കൂട്ടിയാൽ മതി. 17 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത്. ഇനി ഇതിന്റെ ഷോൾഡർ അളന്നെടുക്കാൻ പോവാണ്. ഷോൾഡർ ഹൈനെക്ക് ബ്ലൗസ് ആയതുകൊണ്ട് 6.5 ഇഞ്ച് ഷോൾഡർ നമ്മൾ എടുക്കണം. ശരിക്കും നമുക്ക് 6 ഇഞ്ച് മതി, പക്ഷേ നമ്മൾ തയ്ക്കുമ്പോൾ 6.5 ഇഞ്ച് എടുക്കണം. ഇപ്പൊ അതുപോലെ ഇവർക്ക് ഇച്ചിരി അകന്ന കഴുത്ത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് 3.5 ഇഞ്ച് എടുക്കണം. 3 ഇഞ്ച് ആയാലും മതി, പക്ഷെ ഇച്ചിരി കൂടെ അകലം വേണം, അവർക്ക് ഇച്ചിരി വിട്ടായിട്ടിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് 3.5 ഇഞ്ച് വിട്ടെടുത്ത്. അതിൻ്റെ കഴുത്തിറക്കമാണ് ഒരു 2 ഇഞ്ചിൻ്റെ അടുത്ത് കഴുത്തിറക്കമുള്ളൂ. അപ്പോൾ ആ 2 ഇഞ്ച് തന്നെ നമുക്ക് എടുത്താൽ മതി. കൂടും വേണ്ട, കുറയും വേണ്ട. നമ്മൾ തയ്ച്ച് വരുമ്പം ആ 2 ഇഞ്ച് വരും. നമ്മൾ ഷോൾഡർ കൂട്ടുമ്പം ഷോൾഡറിൻ്റെ അവിടെ പോകുന്നത് നമ്മൾ താഴെ തുണി വെച്ച് തയ്ക്കുമ്പോൾ അത് മാനേജ് ചെയ്തോളൂ. ആം ഹോൾ 6 ഇഞ്ച് മതി. പലർക്കും സംശയമാണ്, വലിയ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ 40 ഇഞ്ച് ഇടുപ്പൊക്കെ ഉള്ള ബ്ലൗസ് തയ്ക്കുമ്പോൾ 6 ഇഞ്ച് മതിയോ ആം ഹോൾ എന്നൊക്കെ ഒരു സംശയമാണ്. ഒരു സംശയം വേണ്ട, നിങ്ങൾ 6 ഇഞ്ച് എടുക്കാവൂ. അല്ലാതെ ബ്ലൗസിൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആം ഹോൾ അളന്നിട്ടോ അല്ലെങ്കിൽ കൈക്കുഴി 1 ഇഞ്ച് എടുക്കുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ പകുതി 3 ഇഞ്ചും പിന്നെ നെഞ്ചിന് എണ്ണത്തിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 3 ഇഞ്ചും എടുത്ത് ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്രയും വലിയ ബ്ലൗസിനൊക്കെ കൈക്കുഴി 6 മതിയോ? ചിലർക്കൊക്കെ കൈക്കുഴി 10 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് 6 ഇഞ്ച് എടുത്താൽ കിട്ടുന്നതെന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്കൊരു സംശയം വേണ്ട, ഈ അളവിൽ അല്ലാതെ കൈക്കുഴി നിങ്ങൾ എടുത്താൽ ഉറപ്പായിട്ടും കഴുത്ത് ലൂസായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ കൈക്കുഴി എന്ന് പറഞ്ഞ സാധനം ബ്ലൗസ് തച്ചതിന് ശേഷം നിങ്ങൾ അളന്ന് നോക്കേണ്ട കാര്യമില്ല. നെഞ്ച് വണ്ണവും ഇടുപ്പ് വണ്ണവും കറക്റ്റ് ആണോ എന്ന് നോക്കി കസ്റ്റമർക്ക് കൊടുക്കുക. കൈവണ്ണവും അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി.
കൈ വണ്ണവും ഇടുപ്പ് വണ്ണവും നെഞ്ച് വണ്ണവും കറക്റ്റ് ആണോ എന്ന് നോക്കി കസ്റ്റമർക്ക് കൊടുക്കുക. ഇനി നമ്മൾ പേപ്പറിൽ പാറ്റേൺ വെട്ടുകയാണ്. അതാ ബാക്ക് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് താഴെ വിടണം. അത് നമുക്ക് കട്ടിങ് തയ്ക്കുമ്പോൾ ഉള്ള തയ്യൽ തുമ്പിലാണ്. ബാക്കി നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക. ഇനി ഫ്രണ്ട് കഴുത്ത് മാത്രമേ നമുക്കിതിൽ മാറ്റി വെട്ടാനുള്ളൂ. ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ച് കഴുത്താണ്. 6 ഇഞ്ച് നമ്മൾ മുകളിൽ 3.5 എടുത്തേക്കണം. പക്ഷെ താഴെ 3.5 വേണ്ട, 2.5 മതി. താഴെ 3.5 എടുത്ത് കളയല്ലേ, വലുതായി പോവും, ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് 2 2.5 അവർക്ക് ഇച്ചിരി അകന്നിരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് 2.5 എടുത്തത്. ഇല്ലെങ്കിൽ 2 മതിയാവും കേട്ടോ. നമ്മൾ അതിന്റെ കൂടെ നെഞ്ചിപ്പട്ടയും കൂടെ നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യണം. അതുകൊണ്ട് 2 തന്നെയാണ് ധാരാളം. പക്ഷെ ഈ കക്ഷിക്ക് ഇച്ചിരി കൂടെ അകന്നിരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് 2.5 എടുത്തു. ഇതാ ഇനി നമ്മൾ വെട്ടുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെ ഒരു ധാരാളം ബ്ലൗസ് ഞാൻ തയ്ച്ച് പല അളവിലുള്ളത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുക. ഒക്കെ കണ്ടതിന് ശേഷം അതിൽ കമൻസുകൾ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങളെ സംശയം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്നോട് സംശയം ചോദിക്കണം. ഇനി നമുക്ക് ഡോട്ടിന്റെ അടയാളപ്പെടുത്താം. 11.5 ഇഞ്ചിൽ നമ്മൾ താഴ്ത്തി, അവിടുന്ന് 2.5 ഇഞ്ച് താഴ്ത്തി കേട്ടോ. 2.5 ഇഞ്ച് 11.5 ഇഞ്ചിൽ താഴ്ത്തി നമ്മളൊരു അടയാളം ചെയ്തു. അവിടുന്ന് 2.5 ഇഞ്ചിൽ താഴ്ത്തി. ഈ കട്ടിങ് ഇങ്ങനെയാണ് അളന്നെടുക്കണമെന്ന് പലരും ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വര കുറുകെ വരച്ചത്. എന്നിട്ട് അവിടുന്ന് 1.5 ഇഞ്ച് മുകളിലേക്കും എടുത്താണ് ഷേപ്പ് വരയ്ക്കുന്നത് കേട്ടോ. ഈ സൈഡിലും അതുപോലെ 1.5 ഇഞ്ച് എടുക്കണം. 2 സൈഡിലും ഒരേ അളവിലാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത്. അതുപോലെ ഷേപ്പ് ഒരു കർവ് പോലെയാണ്. നമ്മൾ ആ നടുക്ക് അടയാളപ്പെടുത്തിയെടുത്ത് 2.5 അടയാളപ്പെടുത്തിയെടുത്തോട്ട് ഒരു കർവ്, ഒരു വള്ളം പോലെ നമ്മൾ കട്ടിങ് അടയാളപ്പെടുത്തണം. നല്ല ക്രോസ് ആയിട്ട് വരച്ചെടുക്കരുത് കേട്ടോ. ഒരു വള്ളം പോലെ ഇങ്ങനെ അടയാളപ്പെടുത്തണം. അതായത് ഒരു കർവ് മതി. അതാണ് കറക്റ്റ് കട്ടിങ്ങിന്റെ പൊസിഷൻ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണവർ ഉറപ്പായിട്ടും വീഡിയോസൊക്കെ കാണുക. അതാ ഈ ഭാഗത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡോട്ടൊക്കെ എടുത്ത് കട്ടിങ് വെച്ച് തയ്ക്കുമ്പോൾ അധികം വരും. അത് നമ്മൾ ഇപ്പോഴേ അങ്ങ് ഒഴിവാക്കുക. ഇനി നമ്മൾ ഇത് വെച്ച് തുണിയിൽ വെട്ടിയെടുക്കുകയാണ്. നമ്മൾ ക്രോസ് ആണ്. എല്ലാവരും ചോദിക്കും വലിയ ബ്ലൗസൊക്കെ ക്രോസ് വെട്ടിയാൽ ശരിയാവുമോ എന്നൊക്കെ ചോദിക്കും. ഒരു കുഴപ്പമില്ല. ക്രോസ് ഏത് ബ്ലൗസും ക്രോസ് വെട്ടാം. ക്രോസ് വെട്ടുന്ന കണ്ടല്ലോ, ആ മൂലയ്ക്ക് ഒരു കോൺ പോലെ വരണം കേട്ടോ. അങ്ങനെയാണ് ക്രോസിനെ നമ്മൾ വയ്ക്കുന്നത്. എന്നിട്ട് ഇതേ മോഡലിന് വരച്ച് നമ്മൾ വെട്ടിങ് എടുത്താൽ മതി. ലൈനിങ് ബ്ലൗസ് തയ്ക്കുന്ന കാണിക്കുമോ എന്ന് പലരും ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് ലൈനിങ് ബ്ലൗസ് ആണ്. അപ്പോൾ ഇച്ചിരി ലെങ്ത് ആണ്. അതുകൊണ്ട് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ലൈനിങ്ങും കൂടെ ഒക്കെ കാണിച്ചത് കൊണ്ടാണ് ഇച്ചിരി ലെങ്ത് ആയി പോയത്. ഞാൻ കത്രിക എടുത്ത് വെട്ടുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെയാണ് വെട്ടുന്നതെന്ന്. കത്രികയുടെ തുമ്പൊന്നും മറ്റ് സ്ഥലത്തിലോട്ട് കയറി കൊണ്ട് തുണി മുറിഞ്ഞു പോകരുത്. അപ്പോൾ അതുപോലെ വെട്ടിയെടുക്കണം. അതാ നമ്മൾ ഫ്രണ്ട് വെട്ടിയെടുത്തു. ഇനി അത് വെച്ചിട്ട് നമ്മൾ ആ കട്ടിങ് പേപ്പർ വെച്ച് കട്ടിങ് വെട്ടിയെടുക്കും. എത്ര കട്ടിങ് വേണമെങ്കിലും, അല്ല കട്ടിക്ക് ഇച്ചിരി കട്ടി വേണം കട്ടിങ്ങിന് കേട്ടോ. ഇല്ലെങ്കിൽ കട്ടിങ് ഉരുണ്ട് മേലോട്ട് കയറിപ്പോവും. പലരും പറയുന്നുണ്ട് അത്. ഇനി മെയിൻ പീസ് എടുത്ത് നമ്മൾ കട്ട് ചെയ്യണം. കൈ ആദ്യം കട്ട് ചെയ്യണം. ഇത് ഒരു സാരി പീസാണ്. അപ്പോൾ കുറച്ച് തുണിയൊക്കെ ഇത് കുറവുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ നമ്മൾ ഇച്ചിരി തുണി ചേർത്ത് വെച്ചൊക്കെ അടിക്കേണ്ടി വരും. ഇവിടെ അത്രയും ഭാഗം നമുക്ക് അടിച്ചു ചേർക്കേണ്ടി വരും വെട്ടിയിട്ട്. നമുക്ക് എന്തായാലും കൈ അവസാനം മാക്സിമം ബാക്കും ഫ്രണ്ടും വെട്ടിയിട്ട് കൈ പിന്നെ ഉള്ള കണക്ക് നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇത് ബാക്ക് എടുത്ത് വെച്ച് അതുപോലെ അങ്ങ് വെട്ടിയാൽ മതി.
നമ്മൾ ലൈനിങ് ആണ് ആദ്യം വെട്ടിയെടുക്കണം. കാരണം ലൈനിങ് വെട്ടിയെടുത്തിട്ട് തയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല സുഖമായിട്ട് നമുക്ക് വെട്ടാനും തയ്ക്കാനും പറ്റും. കാരണം സാരി പീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒഴുകി ഒഴുകി പോകുന്ന സാരിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പം നമ്മൾ ലൈനിങ് പീസ് ആണെങ്കിൽ വെട്ടിയെടുക്കാൻ സുഖമുണ്ട്. അതുകൊണ്ടാണ് ലൈനിങ് പീസ് ആദ്യം കറക്റ്റ് അളവിൽ വെട്ടുന്നത്. അപ്പോൾ എളുപ്പമുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഓരോ പ്രാവശ്യവും ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് ചോദിക്കുന്ന സംശയങ്ങൾ എൻ്റെ അടുത്ത പ്രാവശ്യമുള്ള വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞ് തരുന്നതായിരിക്കും. അതിന് നമ്മൾ തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കട്ടിങ് തയ്ക്കുന്ന തിരിഞ്ഞു പോകുന്ന ചില പാർട്ടികളുമുണ്ട്. അത് ആദ്യമേ ശ്രദ്ധിച്ച് തയ്ക്കാഞ്ഞിട്ടാണ് കട്ടിങ് തിരിഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് തിരിഞ്ഞു പോകാതെ തയ്ക്കാൻ പഠിക്കാം. ഒരേ പീസ് വീതേ നമ്മളെ ഫ്രണ്ട് ബേക്കും ഫ്രണ്ട് ഉള്ളെങ്കിൽ ഒറ്റ പീസേ നല്ല പീസ് ഉള്ളെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ നെഞ്ചിൻ്റെ അവിടെ നിന്നാണ് തയ്ക്കുന്നത് കേട്ടോ. നെഞ്ചിൻ്റെ അവിടെ നിന്ന്, അതായത് വലിയ വശത്തു നിന്നാണ് തയ്ക്കുന്നത്. കട്ടിങ്ങിൻ്റെ വലിയ ഭാഗത്തു നിന്ന് തയ്ക്കുകയാണ് നെഞ്ചിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പീസ് ഇതുപോലെ മുകളിൽ വയ്ക്കും. മുകളിൽ വയ്ക്കുന്ന നല്ല വശമല്ല, അഴുക്ക വശമാണ് മുകളിൽ വയ്ക്കാനുള്ളത്. അതുപോലെ അടുത്തത് തയ്ക്കുമ്പോൾ നമ്മൾ അടിയിൽ വയ്ക്കും. അപ്പോൾ ഏറ്റവും അടിയിൽ അഴുക്ക വശം വെച്ച് അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ വയ്ക്കുന്നത്. എന്നാലേ അത് തിരിച്ചിടുമ്പോൾ നല്ല വശത്തേക്ക് വരുള്ളൂ. ഇപ്പം ഞാൻ അഴുക്ക വശം വെച്ച് തയ്ച്ചതാണ് കേട്ടോ. ഇപ്പം നല്ല വശമായി. രണ്ട് കട്ടിങ്ങും തയ്ച്ചെടുത്തു. പിന്നെ ലൈനിങ് ഒക്കെ വെച്ചു പീസൊക്കെ തയ്ച്ചേക്കാണ്. ലൈനിങ് വെച്ച് തയ്ച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഡോട്ട് ഇടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങൾ ഇതുപോലെ ഷോൾഡർ തുല്യമായി, ഷോൾഡർ ഇതിപ്പോൾ എത്ര ഉണ്ടെന്നറിയാലോ, 6.5 ഇഞ്ച് ഷോൾഡറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോഴും 3.5 ഇഞ്ചിൽ നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇത് 3 ഇഞ്ചുണ്ട്. അപ്പോൾ നേർ പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും അത് നമ്മുടെ കപ്പ് വലുതായി പോകില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ കപ്പ് ചെറുതായവർക്ക് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു തന്ന് എങ്ങനെ എടുക്കണമെന്ന്. ഇത് നമ്മൾ 11 ഇഞ്ചിൽ അടയാളപ്പെടുത്തണം. എന്നിട്ട് 1.5 ഇഞ്ചിൽ വിഡ്ത്തും അടയാളപ്പെടുത്തണം. ചിലർക്ക് ചോദിക്കും 11.5 ഇഞ്ച് താഴ്ത്തിയല്ലേ നമ്മൾ ഡോട്ട് അടയാളപ്പെടുത്തിയെന്ന്. അങ്ങനെ അടയാളപ്പെടുത്തിയത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡോട്ട് ഇടുമ്പോൾ നമ്മളത് നോക്കിയിടണം. അപ്പം 11 ഇഞ്ചിൽ നമ്മൾ ഡോട്ട് ഇടാൻ പോവുകയാണ്. ഷോൾഡർ തുല്യമായിട്ട് പിടിച്ചേക്കാണ്. എന്നിട്ട് ഇത് ഇത്രയും കപ്പില്ലാത്തതാണെങ്കിൽ ബാക്കിലോട്ട് പിടിക്കാം കേട്ടോ. ആ മടക്കിയത് ഇച്ചിരി ബാക്കിലോട്ട് പിടിക്കാം. ഇത് അത്യാവശ്യം കപ്പുള്ളതായത് കൊണ്ടാണ് ഞാൻ ആ കറക്റ്റിന് തന്നെ വെച്ചത്. ഇല്ലെങ്കിൽ ആ മടക്കിയത് ഒരു 1/2 ഇഞ്ച് ബാക്കിലോട്ട് പിടിച്ചാൽ ചെറിയ കപ്പിൻ്റെത് കിട്ടും. ഈ സ്കെയിൽ വെച്ചൊക്കെ ഞാൻ വരയ്ക്കുന്ന ആ ഡോട്ടാണ് ഈ കപ്പ് പെർഫെക്റ്റ് ആവാനുള്ള ഏറ്റവും നല്ല ഡോട്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ ഇടണം കേട്ടോ. ഇതുപോലെ മറിച്ച് ഒരടിയും കൂടെ അടിച്ച് സ്ട്രോങ് ആക്കണം. ഇനി ആംഹോളിന്റെ ഡോട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ തന്നെ ആംഹോളിന്റെ ഭാഗം അവിടെ ഡോട്ട് ഇടാനുള്ളത് അവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇതൊരു 2.5 ഇഞ്ച് വിട്ടിലാണ് എടുക്കണം കേട്ടോ. കാരണം അത്യാവശ്യം ബ്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് 2.5 ഇഞ്ച് വിട്ടില് നമ്മൾ ഡോട്ട് ഇടുന്നത്. ആംഹോൾ ഡോട്ട് 2.5 ഇഞ്ച് അകലത്തില് ഒരു 1/2 ഇഞ്ച് വിട്ടിലാണ് ആംഹോൾ ഡോട്ട് ഇടുന്നത് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ഞാനൊരു ക്ലാസ് തുടങ്ങിയിരുന്നു തയ്യലിൻ്റെ. അത് കാണാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ക്ലാസ് ഒന്ന് കയറി കാണുക. ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചാണ്. ബിഗിനേഴ്സിന് നല്ലവണ്ണം മനസ്സിലാകത്തക്ക വണ്ണമാണ് ഞാൻ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത്. അത് പുതിയ ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്
ചാനലൊന്ന് കയറി കണ്ടാൽ ധാരാളം വീഡിയോസ് ബ്ലൗസിൻ്റെ തന്നെ കിടപ്പുണ്ട്. അതുപോലെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കഴുത്ത് ലൂസായി പോകുന്നത് എന്തുകൊണ്ടെന്നുള്ള ക്ലാസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഈ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്താലേ നമുക്ക് കട്ടിങ് വെച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആരോ എൻ്റെ അടുത്ത് വന്ന് കമന്റ് ഇട്ട് ഇങ്ങനെയൊന്നും കട്ട് ചെയ്യാൻ പാടില്ല മാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരുടെ തയ്യൽ മെത്തേഡ് അല്ല എൻ്റെത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്താലേ കട്ടിങ് വെച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇതൊന്ന് തയ്ച്ച് നോക്കിയിട്ട് കൊള്ളാമോ എന്ന് നോക്കിയിട്ടല്ല കമന്റ് ചെയ്യുന്നത്. കാണുമ്പോൾ അങ്ങ് കമന്റ് ചെയ്യണം ഇങ്ങനൊന്നും അല്ല. അതുപോലെ ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഇത് കണ്ട് അന്തം വിട്ട് പണ്ടാരടങ്ങി നിൽക്കണ്ട. ഇതുപോലെ ഉള്ള ധാരാളം അളവിലെ ബ്ലൗസുകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ കയറി കണ്ടിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംശയം ചോദിക്കാം. അതുപോലെ പിന്നെ ഇത് കണ്ട് തയ്ച്ചവരും ഒക്കെ കമന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കണം. ഓരോരുത്തരും തയ്ച്ചതും എല്ലാം കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളും കമന്റ്സിൽ കാണും. ഞാൻ കൊടുത്ത മറുപടിയും കമന്റ്സിൽ കാണും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തയ്ച്ചാൽ മതി. കാരണം ഇതൊരു പുതിയ മെത്തേഡാണ്. എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ആവൂല. തയ്ച്ചവർക്കൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ബ്ലൗസ് എല്ലാവർക്കും ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് ഇതൊരു ബ്ലൗസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഇതിൽ തയ്ച്ചിടാൻ പോകുന്നത് ബ്ലൗസ് തന്നെയാണ്. ഇനി നെഞ്ചിപ്പട്ട നമ്മൾ വെച്ചടിച്ചു. ഇത് ഐ വരിയുന്ന ഭാഗമാണ് കേട്ടോ. ഐ വരിയുന്നതിന് പ്രത്യേക സ്ഥലമുണ്ട്. എവിടെങ്കിലും കൊണ്ട് ഐ വരിഞ്ഞു വെച്ചാൽ പറ്റൂല. അത് കൃത്യമായ സ്ഥലത്ത് ഐ വരിഞ്ഞു വെക്കണം. എന്നാലേ നമ്മളെ കപ്പ് കറക്റ്റ് ആവും. ഇതാ കട്ടിങ്ങിന്റെ നേർപകുതി, കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഡോട്ടിന് നേരെ, പിന്നെ ഒന്ന് മുകൾ ഭാഗത്ത് എന്ന് ഏറ്റവും അടിയിൽ. അങ്ങനെയാണ് നമ്മൾ ഹൂക്കിനായി വരിഞ്ഞെടുക്കുന്നത് കേട്ടോ. എൻ്റെ ഇവിടെ തയ്ക്കാൻ അളവ് ബ്ലൗസൊക്കെ പലരും കൊണ്ടുവരുന്നതൊക്കെ എവിടെങ്കിലും ഒക്കെയാണ് ഹൂക്കുകൾ വെച്ചേക്കുന്നത്. അതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യരുത്. ഹൂക്ക് വയ്ക്കണതൊക്കെ കറക്റ്റ് സ്ഥലത്തായിരിക്കണം. അതുപോലെ 2 പടിയും നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്. ഹൂക്ക് വയ്ക്കുന്ന പടിയും കൈ വരിയുന്ന പടിയും കൊടുത്തടിക്കും. ഇത് ഹൂക്ക് വയ്ക്കുന്ന പടിയാണ്. ഇത് നമ്മൾ കൊടുത്തടിക്കുകയാണ്. ബോഡിയിലേക്ക് മടക്കി അടിക്കൂല. അങ്ങനെ മടക്കി അടിച്ചാൽ പിന്നെ കപ്പ് വലുതും ചെറുതും ഒക്കെ ആയിപ്പോവും. കഴുത്ത് ഒരു വശം കോടിയിരിക്കും. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി അടിക്കരുത് കേട്ടോ. ഇങ്ങനെ കൊടുത്തടിച്ച് തന്നെ നിങ്ങൾ തയ്ക്കണം. അത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന മെത്തേഡ് അല്ല. ഇതില് സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബ്ലൗസിന്റെ വീഡിയോസ് ഒക്കെ ധാരാളം യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ കൊടുത്തടിക്കുന്ന മെത്തേഡ് അല്ല, ബോഡിയിലേക്ക് മടക്കി അടിക്കുന്ന മെത്തേഡാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ശരിയാവുമോ എന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ ഒന്ന് തയ്ച്ചു നോക്കുക. കണ്ടോ, ഐ വരിഞ്ഞ് വെച്ചേക്കുന്ന എവിടെയാണ് ആ സ്ഥലത്ത് തന്നെ ഐ വരിയണം. അതുപോലെ ബാക്ക് ചിലർ ഈ ചതുര കഴുത്തൊക്കെ ആകുമ്പം ബാക്ക് ഇങ്ങനെ തയ്ച്ചിട്ട് അങ്ങ് അടിച്ച് മറിക്കും. പിന്നെ അതിൽ തുണി വെച്ച് തയ്ക്കാനൊക്കെ മടി കാണിച്ചിട്ട് തയ്ച്ച്. പക്ഷെ അങ്ങനെ തയ്ച്ചാലും മുതുകൊണ്ട് അതങ്ങ് പൊളർന്നു പോകും കേട്ടോ. അതങ്ങനൊന്നും ചെയ്യരുത്. നമ്മളിതാ ഇത് തയ്ച്ചിട്ട് അവിടെ തുണി വെച്ച് മടക്കി ഹെമ്മിങ് ചെയ്തെടുക്കുക തന്നെ വേണം. എന്നാലേ ആ കഴുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ഉറപ്പിലിരിക്കുള്ളൂ കേട്ടോ. കഴുത്ത് തയ്ക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എത്രയോ 1,00,000 ബ്ലൗസിൽ കൂടുതൽ ഞാൻ തയ്ച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ ബ്ലൗസും എനിക്ക് പുതിയതുപോലെയാണ് ഞാൻ തയ്ക്കുന്നത്. ആദ്യമായിട്ട് തയ്ക്കും പോലെയാണ് ഓരോ ബ്ലൗസും ഞാൻ തയ്ച്ചെടുക്കുന്നത്. അതാ നമ്മൾ ലൈനിങ് വെച്ച് അടിച്ചു. ഇനി നമ്മൾ ബാക്കിൽ ഡോട്ട് ഇടാൻ പോവുകയാണ്. പലരും എന്നോട് ചോദിച്ചു ബാക്കിൽ ഡോട്ട് ഇട്ടില്ലെങ്കിൽ ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. അവർക്ക് വേണമെങ്കിൽ ചരിച്ചൊരു കട്ട് ചെയ്യാം. സൈഡ് ഒരു ഇഞ്ച് ചരിച്ച് കട്ട് ചെയ്യാം. പക്ഷെ അത് അത്രത്തോളം അങ്ങോട്ട് പെർഫെക്റ്റ് ആവൂല കേട്ടോ.
ഈ നമ്മൾ കട്ടിങ്ങിന്റെ ഹൈറ്റിൽ വേണം ഡോട്ട് ഇടാൻ. കട്ടിങ് എത്ര ഹൈറ്റിലാണോ നമ്മൾ വെട്ടുന്നത് അത്രയും ഹൈറ്റിൽ നമ്മൾ ഡോട്ട് ഇടണം. അതാണ് നമ്മുടെ ഡോട്ടിന്റെ പ്രത്യേകത. ചിലർക്ക് ഈ ഡോട്ട് വേണ്ടെന്ന് പറയും, ഡോട്ട് ഇഷ്ടമല്ല എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് സൈഡിൽ നിന്ന് 1 ഇഞ്ച് ചരിച്ച് വെട്ടാം, വെട്ടിയെടുത്തും തയ്ക്കാം. പക്ഷെ അതിനൊരു എന്താ പറയാ, ബാക്ക് കാണാനൊന്നൊരു സുഖം ഉണ്ടാവില്ല. അതാണ്, ചുളുങ്ങിയൊക്കെ ഇരിക്കും ബാക്ക്. ഈ പട്ട വെച്ചടിക്കണം. പട്ട ഒരു എന്താ പറയാ, അത്യാവശ്യം വീതിക്കുള്ള 2 ഇഞ്ചെങ്കിലും വീതി വേണം. ഇല്ലെങ്കിൽ ബാക്ക് മേലോട്ട് ഉരുണ്ട് കയറും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. അപ്പൊ എൻ്റെ ക്ലാസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ് അടുത്ത സൺഡേയിലാണ്. ആഴ്ചയിൽ 1 ദിവസമാണ് ക്ലാസ്. നിങ്ങൾ ക്ലാസ് മിസ് ചെയ്യാതെ കാണണം. കാരണം ഒരു ABCD തയ്യലിന്റെ അറിഞ്ഞുകൂടാത്തവർക്കാണ് ഏറ്റവും ഉപകാരപ്രദമാവുന്നത്. നമ്മളിത് ജോയിൻ ചെയ്യാണ്. അപ്പൊ കഴുത്തിന്റെ ഭാഗം കറക്റ്റ് ആയിട്ട് വെച്ച് വേണം ജോയിൻ ചെയ്യാൻ കേട്ടോ. ആംഹോളിന്റെ ഭാഗം അവിടെ കിടക്കട്ടെ, അത് നമുക്ക് പിന്നെ കറക്റ്റ് ചെയ്യാം. പക്ഷെ കഴുത്ത് കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്കിത് ഫുള്ള് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം സൈഡ് അളന്ന് അടയാളപ്പെടുത്താം. നമ്മുടെ ഇടുപ്പ് വണ്ണത്തിന്റെ 1/4 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടണം. അതായത് 9.5 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 10.5 ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്താം. പലരും ചോദിക്കും, ഇങ്ങനൊക്കെ എന്തിന് സൈഡൊക്കെ ആദ്യം ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ തയ്ക്കുന്നതാണ് ഒരു ബ്ലൗസിന്റെ ഏറ്റവും പെർഫെക്ഷൻ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ 1-2 വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ് കാണിച്ചും കൊടുത്തിട്ടുണ്ട്. ആംഹോളൊക്കെ നല്ല കറക്റ്റിന് വരണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യണം. ബാക്ക് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഇതാ മധ്യഭാഗത്തുനിന്ന് സൈഡിലേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തണം. 2 സൈഡും ഇതുപോലെ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിയിട്ട് ഇതാ കണ്ടോ, ബാക്കും ഫ്രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ കറക്റ്റ് പിടിച്ച് കണ്ടോ, താഴ്വശം കറക്റ്റ് പിടിച്ച് ആംഹോള് ഷോൾഡർ എല്ലാം കറക്റ്റ് പിടിച്ചിട്ട് ഈ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ആംഹോളിന്റെ സൈഡിലേക്ക് ചരിച്ച് ഒരു കുറച്ച് അത്രയും ഭാഗം വരെ നമ്മൾ അടയാളപ്പെടുത്തി നിർത്തണം. ബാക്കി ഭാഗം നമുക്ക് കൈ വെച്ച് തച്ചിട്ട് ഫുള്ളായിട്ട് അടിക്കാനാണ്. ഈ താഴ്ഭാഗം കറക്റ്റ് ലെവൽ ചെയ്ത് പിടിക്കണം കേട്ടോ, ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ. എന്നിട്ട് ഇതുപോലെ അടിച്ച് അവിടെ നിർത്തണം. രണ്ട് സൈഡും അതുപോലെ അടിക്കണം കേട്ടോ. 2 സൈഡും കഴുത്തൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ച് അതുപോലെ സൈഡിലേക്ക് അടിച്ച് അവിടെ നിർത്തണം. ചരിച്ചാണ് അടിക്കാനുള്ളത്. ആംഹോളിന്റെ അങ്ങോട്ട് ചരിച്ചടിക്കണം. അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. കണ്ടോ, ആംഹോൾ കൈക്കുഴി കണ്ടോ കുറച്ചുള്ളത്, അതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതൊക്കെ ഒഴിവാക്കാതെ വെച്ചാൽ കൈ വെച്ച് വയ്ക്കുമ്പോൾ ഫ്രണ്ട് കയറി ബാക്ക് ഇറങ്ങി അങ്ങനെയൊക്കെ ഇരിക്കും. അതുപോലെ ഷോൾഡർ എടുത്ത് നോക്കണം. ഷോൾഡർ നമ്മൾ 6.5 എടുത്ത് എന്തിനാണെന്ന് മനസ്സിലായോ? നമ്മൾ ആദ്യമേ 6.5 എടുത്ത് കണ്ട, ഇപ്പൊ ഇത് വെട്ടി ഒഴിവാക്കേണ്ടി വന്നില്ലേ? 6 എടുത്തെങ്കിലോ തികയില്ല. അതിനാണ് നമ്മൾ ആദ്യമേ 6.5 എടുത്തത് കേട്ടോ. കണ്ട, ഇപ്പൊ 6 ആയിട്ടുണ്ട്. 2 സൈഡും അതുപോലെ ഈ വേസ്റ്റ് ഒക്കെ വരുന്നത് ഇതുപോലെ വെട്ടി നമ്മൾ ഒഴിവാക്കി. ഇതാ കണ്ടോ, ആമുഖന്റെ അവിടെ അത്രയും നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയെന്ന് വിചാരിച്ച് ഇറക്കം കുറയോ ഒന്നുമില്ല കേട്ടോ. അങ്ങനൊന്നും നിങ്ങൾ പേടിക്കണ്ട. 1/2 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ വരും. 1 ഇഞ്ച് കൂടുതലൊക്കെ വന്നാൽ പ്രശ്നമാവും. പക്ഷെ 1/2 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ ആയാൽ കുഴപ്പമൊന്നുമില്ല. ആമുഖം കണ്ടോ, കണ്ടോ ഷോൾഡറിന്റെ അവിടെ അത്
രണ്ട് സൈഡിലും അതുപോലെ വന്നു. അതിനാണ് നമ്മൾ ആദ്യമേ 6.5 ഇട്ട് വെട്ടിയെടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇനി കൈ നമ്മൾ വെച്ച് തയ്ക്കാൻ പോവാണ്. കൈ എല്ലാം വെച്ച് തയ്ച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി കൈ വെച്ച് തയ്ക്കണം. കൈ വെച്ച് തയ്ക്കണതിന് മുമ്പ് അവിടെ ഒരു ചെറിയ ഷേപ്പ് ആക്കാം. നമ്മൾ ഓൾറെഡി ഷേപ്പിൽ തന്നെയാണ് വെട്ടിയേക്കുന്നത്. എന്നാലും തയ്ക്കുമ്പോൾ അത്ര ഒരു 1/4 ഇഞ്ചില്ല, ഇത്രയും നമ്മൾ ഷേപ്പാക്കി എടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ കയറി വീഡിയോസൊക്കെ കാണുക. സംശയമുള്ളവർ ചോദിക്കുക. ഇങ്ങനെയൊക്കെ തയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അന്തം വിടലൊന്നും വേണ്ട. ഇങ്ങനെ തയ്ക്കാം. തയ്ച്ച് നന്നായിട്ട് ബ്ലൗസ് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി ബ്ലൗസ് നിങ്ങൾക്ക് തയ്ച്ച് ആരും കുറ്റം പറയാത്ത വിധം നിങ്ങൾക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാം കേട്ടോ. നിങ്ങളൊരു പക്ഷേ ഇത്രയും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഈ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞ് നിങ്ങൾ ഇതുപോലെ തയ്ച്ചിട്ട് നിങ്ങൾ ഇട്ട് നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബ്ലൗസ് എത്രത്തോളം പെർഫെക്ഷനോട് കൂടിയാണ് ഇരിക്കുന്നതെന്ന് കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, ഇങ്ങനെയൊക്കെ തയ്ക്കുമോ എന്ന്. കാരണം സാധാരണ നിങ്ങൾ ഒരുപാട് അളവുകൾ, ഡോട്ടിന് കുറേ അളവുകൾ അങ്ങനെയൊക്കെ എടുത്തല്ലേ നിങ്ങൾ സാധാരണ യൂട്യൂബിൽ കണ്ടായാലും അല്ലെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊരു ഡിഫറെന്റ് മെത്തേഡാണ്. അതുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. കൈ വെച്ച് വെച്ച് രണ്ട് കൈയും വെച്ച് വെച്ച് ഇനി നമ്മൾ ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന സ്ഥലമില്ലേ, അവിടെ ചിലപ്പോൾ ഒരു ചെറിയ ചുളുക്ക് വരികയാണെങ്കിൽ ആ അടിച്ചു വെച്ചേക്കുന്ന തയ്യൽ ഒന്നഴിച്ച് താഴോട്ടാക്കണം. അപ്പോൾ അതങ്ങ് കറക്റ്റ് ആവും കേട്ടോ. ചിലപ്പോൾ അവിടെ തയ്ച്ച് വെക്കുമ്പോൾ അവിടെ ഇച്ചിരി ചുളുക്കായിട്ട് അങ്ങനെ കിടക്കും. അപ്പം നമ്മൾ അവിടെ അതങ്ങ് അഴിച്ച് താഴോട്ടാക്കിയാൽ മതി. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ഷോൾഡറൊക്കെ കറക്റ്റ് പിടിച്ചു വെച്ച് ജസ്റ്റ് നമ്മൾ കൈക്കുഴിയൊക്കെ കണ്ട കറക്റ്റ് സ്ഥലത്താണ് ഇരിക്കുന്നത്. ബാക്കും ഫ്രണ്ടും ഒക്കെ അതായത് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുക. എന്താ നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചെടുത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് ഇട്ട് കണ്ടോ, രണ്ട് സൈഡും അതുപോലെ ഇരിക്കണം. നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി തരുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് കാണുന്നവർ നിങ്ങൾ ഈ അയച്ചേക്കുന്ന മെസ്സേജൊക്കെ ഒന്ന് നോക്കുക. അതിന് ഞാൻ കൊടുത്തേക്കുന്ന മറുപടി നോക്കുക. എന്നിട്ട് അപ്പം നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ മാറും. കൈ വണ്ണം അവർക്ക് കുറച്ച് മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കയറ്റി ആദ്യമേ അടിക്കുന്നത്. 40 ഇഞ്ച് ഇടുപ്പ് വണ്ണവും ആണെങ്കിലും കൈ വണ്ണം വെറും 5 ഇഞ്ചാണ്. ഇതാണ് കൈയുടെ വണ്ണം കണ്ടോ. ചിലർക്ക് അങ്ങനെയാണ്, കൈ വണ്ണം തീരെ മെലിഞ്ഞതായിരിക്കും. ഇത് 5 ഇഞ്ചേ ഉള്ളൂ കൈവണ്ണം. നമ്മൾ 5 ഇഞ്ച് അളന്ന് പിന്നെ ഒരു 1/2 ഇഞ്ച് മാറ്റി 5.5 ഇഞ്ചിൽ അളക്കുക. താഴെ ഒരു 1/2 ഇഞ്ചാണ് താഴെ നമ്മൾ അടയാളപ്പെടുത്താനുള്ള കേട്ടോ. കാരണം രണ്ട് സൈഡ് ഓരോ ഇഞ്ചാണ് നമ്മൾ കൂട്ടിയേക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇത് ആം ഹോളിലേക്ക് ഒന്ന് ചരിച്ച് മടക്കണം. ഇനി മടക്കാൻ പറ്റാതെ ടേപ്പ് എടുത്ത് അളക്കണമെന്നുള്ളവർക്ക് ടേപ്പ് എടുത്ത് നിങ്ങൾക്ക് നെഞ്ചുവണ്ണം അളന്ന് അടയാളപ്പെടുത്തി തന്നെ നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് തയ്ക്കാം. ഇങ്ങനെ മടക്കി നിങ്ങൾ അടയാളപ്പെടുത്തിയാലും കറക്റ്റ് ആയിരിക്കും. അളവിനൊന്നും ഒരു മാറ്റവും വരൂല കേട്ടാ. നിങ്ങൾ 1-2 എണ്ണം തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അത് തീരെ മെലിഞ്ഞ കൈയാണ്. 5 ഇഞ്ച് കൈയോടെ രണ്ട് സൈഡും അതുപോലെ നമ്മൾ വണ്ണം അളന്നിട്ട് ഇതുപോലെ ജസ്റ്റ് മടക്കുക. ആദ്യം നമ്മൾ 5.5 മടക്കണം, പിന്നെ രണ്ടാമത്തെ അടിയിലാണ് 5 ഇഞ്ചിൽ ഫിനിഷ് ചെയ്യണത്. ആ സൈഡ് നേരെ മടക്കണം, വളയരുത് കേട്ടോ. ആം ഹോളിന് അങ്ങോട്ട് വളയ്ക്കണം, പക്ഷെ അടിഭാഗം സ്ട്രൈറ്റ് ആയിരിക്കണം. ഇത്
ഇനി നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കാം കേട്ടോ. ആദ്യം ഇടുപ്പ് കൊണ്ട് അളക്കാം. അത് 2 ഇഞ്ചോളം നമുക്ക് 2 ഇഞ്ചോളം ഉണ്ട്. അപ്പൊ 2 സൈഡിൽ ഇനി 1/2 ഇഞ്ച് വീതം നമുക്ക് കുറയ്ക്കാനുണ്ട്. നമ്മൾ ചെസ്റ്റ് വണ്ണം ഒന്ന് അളന്ന് നോക്കാം. ഇത് ഞാൻ തന്നെ തയ്ച്ച ബ്ലൗസാണ് അളവ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് ചെസ്റ്റ് ധൈര്യമായിട്ട് അളക്കാം. ഇല്ലെങ്കിൽ ഞാൻ ചെസ്റ്റ് വണ്ണം അളക്കൂല. കസ്റ്റമർ കൊടുത്ത് ഇട്ട് നോക്കിയിട്ട് ഞാൻ ചെസ്റ്റ് വണ്ണം അളക്കും. 46 ഇഞ്ചിൽ ഇപ്പം നിൽക്കുകയാണ്. നമുക്ക് ആ അളവ് ബ്ലൗസും കൂടെ ഒന്ന് നോക്കാം. ഇത് 45 ഇഞ്ചാണ്. അപ്പൊ 1 ഇഞ്ച് കൂടെ ഇനി കുറയ്ക്കണം. പക്ഷെ 1 ഇഞ്ച് കുറയ്ക്കണ്ട, നമുക്കൊരു 1/2 ഇഞ്ച് കൂടെ 2 സൈഡിൽ നിന്നും കുറച്ചാൽ മതി. കാരണം അത് അളവ് കൊണ്ടുവന്നത് കഴുകി ചുരുങ്ങിയ ബ്ലൗസാണ്. അതുകൊണ്ട് നമുക്ക് ആ അളവിൽ അടിച്ചു വെച്ചാൽ ചിലപ്പോൾ അത് കഴുകുമ്പോൾ വീണ്ടും ചുരുങ്ങുമ്പോൾ കുറഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു 1/2 ഇഞ്ച് മാത്രം. ശരിക്കും 1 ഇഞ്ച് കൂടുതൽ. ഇപ്പൊ 45, 46 നമ്മൾ തയ്ച്ചു വെച്ചേക്കണുള്ളൂ. അപ്പൊ നമുക്ക് 45 ആണ് അളവ് അവർക്ക് കിടക്കുന്നത്. അപ്പൊ നമുക്കൊരു 45 അരയിൽ അടിച്ചു നിർത്താം കേട്ടോ. ഇതാ കൈവണ്ണം കണ്ടോ, ഇങ്ങനെ ഇച്ചിരി കയറ്റി നമ്മൾ കൈവണ്ണം കുറയ്ക്കണം. പിന്നെ താഴേന്നാണ് നമ്മൾ മുകളിലോട്ട് എടുക്കണത് കേട്ടോ. അവസാനത്തെ അടി നമ്മൾ താഴേന്ന് മുകളിലേക്കാണ് അടിക്കണത്. ആദ്യത്തെ കയ്യിൽ നിന്ന് താഴോട്ടും, രണ്ടാമത്തെ അടി താഴേന്ന് മുകളിലേക്കും. കൈവണ്ണം കുറവായതുകൊണ്ട് അവിടെ ഒന്ന് വളച്ച് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ചിലർ ചോദിക്കും ഇത്രയിൽ വെട്ടിയ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടുമെന്നൊക്കെ ചോദിക്കും. തയ്യൽ തുമ്പ് 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് നമുക്ക് കിട്ടും. അത് മതിയാവും കേട്ടോ. ഒരുപാട് അളവൊക്കെ കണ്ട് വെട്ടി തയ്ച്ച് നിങ്ങൾക്ക് ഇതൊരു പുതുമയായിട്ട് തോന്നും. പക്ഷെ അതിൽ കാര്യമില്ല. നമുക്ക് ബ്ലൗസ് നന്നായിരിക്കണം, ആൾക്കാർക്ക് കൊടുക്കുമ്പം പെർഫെക്റ്റ് ആയിട്ടിരിക്കണം, കുറ്റം പറയരുത്. അതാണ് നമ്മളുടെ ലക്ഷ്യം. കൃഷ്ണൻ പറഞ്ഞതുപോലെ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അതുകൊണ്ട് തയ്ക്കുന്നത് എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ബ്ലൗസ് നല്ല സൂപ്പർ ആയിരിക്കണം. അപ്പൊ നമ്മൾ വണ്ണമൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാം. അതാ ഈ കൈക്കുഴിയില്ലേ, കൈക്കുഴി എല്ലാവരും കൈക്കുഴി അളന്നൊക്കെ വെട്ടുന്നവരുണ്ട്. ഞാൻ കൈക്കുഴിയൊന്നും അളക്കാറേ ഇല്ല കേട്ടോ. ഇത് ഇങ്ങനെ അളന്ന് നോക്കുമ്പോ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഏകദേശം 8.5 കൂടുതൽ 8.25 ഉണ്ട്. നമ്മള് 8.25 നമ്മൾ അതങ്ങനെ നിക്കട്ടെ. നമ്മളിത് അളവ് ബ്ലൗസിന്റെ നോക്കാം. അളവ് ബ്ലൗസ് എത്ര ഉണ്ടെന്ന് നോക്കാം. അളവ് ബ്ലൗസ് 8.5, അത് ഏകദേശം 8.25 എടുത്തുണ്ട്. ഇപ്പം കണ്ടോ, മനസ്സിലായോ? നമ്മൾ നെഞ്ച് വണ്ണം അടിക്കുമ്പോൾ നമ്മള് ആംഹോളും കറക്റ്റ് ആയിട്ട് വരും. 6 ഇഞ്ച് ആംഹോളെ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ആ സംശയം തീർന്നല്ലോ. ഇനി നമ്മള് കഴുത്ത് തയ്ക്കുകയാണ്. കഴുത്ത് അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കണം. അവിടെ കൂടുതലോ കുറവൊക്കെ ഉണ്ടെങ്കിലും വെട്ടിക്കളയുക, ഇല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് അടിക്കുക. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകൾ കാണുക. ക്ലാസ് തയ്യൽ അറിയാവുന്നവർക്ക് ഇപ്പോഴത്തെ ക്ലാസ് ചിലപ്പോൾ ഒരു പുതുമയായിട്ട് തോന്നും, അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നും. പക്ഷെ
എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുന്നത് പലർക്കും ഉപകാരപ്പെടും. കാരണം ഒരു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ ഒരുപാട് ഡിഫറൻസിലായിരിക്കും ഞാൻ പറയുന്നതും തയ്ക്കുന്നതും ഒക്കെ. ഞാൻ എളുപ്പത്തിൽ പഠിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എളുപ്പത്തിൽ ചെയ്യാനുമാണ് കേട്ടോ. കാരണം എൻ്റെ തയ്യലില് അളവുകൾ കുറവാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. എത്രമാത്രം അളവ് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാമോ, കണക്ക് കുറച്ച് പറഞ്ഞു തരാമോ, അത്രയും നല്ലത്. ഈ ചതുരം ആയതുകൊണ്ട് അവിടെ നമ്മളൊരു കട്ട് ചെയ്യാണ്, ബാക്കിയുള്ള സ്ഥലത്ത് കട്ട് ചെയ്യരുത് കേട്ടോ. ബാക്കി കഴുത്ത് കട്ട് ചെയ്യരുത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, കഴുത്ത് തുന്നിയിട്ട് നമ്മൾ കട്ട് ചെയ്യരുത്. മടക്കി ഇതുപോലെ മടക്കി അങ്ങ് തയ്ക്കേ ചെയ്യാവൂ. കട്ട് ചെയ്താൽ കഴുത്ത് ലൂസായി പോവും. അതുകൊണ്ട് ഒരിക്കലും അവിടെ മാത്രമാണ് കട്ട് ചെയ്തേക്കണം കേട്ടോ, അല്ലാതുള്ള ഭാഗം കട്ട് ചെയ്യല്. ചിലർ ഈ കഴുത്ത് തയ്ച്ചിട്ട് പടപടപടപടാ കട്ട് ചെയ്തിടും. മടക്കി തയ്ക്കാനുള്ള സൗകര്യത്തിനെന്നോ ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കട്ട് ചെയ്തിട്ടാൽ കഴുത്ത് ലൂസായി പോകുന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓരോ കട്ടിനും മില്ലിമീറ്റർ കണക്കിന് കഴുത്ത് ലൂസായി പോകും. കാരണം ഇത് ക്രോസ് കട്ടാണ്, ഫ്രണ്ട് ക്രോസ് ആണ് കട്ട് ചെയ്തേക്കുന്നത്. ക്രോസ് കട്ട് അറിയാമല്ലോ, വലിഞ്ഞു പോണ ഒരു പ്രത്യേകതയുണ്ട് ക്രോസിന്. അതുകൊണ്ട് ക്രോസ് കട്ട് വെട്ടുമ്പോൾ ഒരിക്കലും നിങ്ങൾ കഴുത്ത് കട്ട് ചെയ്തിടരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് കേട്ടോ. ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ട് ഹെമ്മിങ് ചെയ്താൽ മതി. എന്താ നമ്മള് ഈ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മടക്കി തയ്ച്ചാൽ മതി കേട്ടോ. മടക്കി തയ്ക്കുക, ഹൂക്ക് വയ്ക്കുക, അത്രേ ഉള്ളൂ. കഴിഞ്ഞു, എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം മൊത്തത്തില്. കണ്ടോ, ഒരു 8.75 അടുത്ത് ആംഹോളുണ്ട്. ഈ ആംഹോൾ വെച്ച് 8.75 വെച്ച് നമ്മൾ കട്ട് ചെയ്താൽ എവിടെ പോയിരിക്കും? അല്ലെങ്കിൽ 6.5 തന്നെ കട്ട് ചെയ്താൽ എവിടെ പോയി കിടക്കും? ഒരിക്കലും നിങ്ങൾ ആംഹോൾ കൂട്ടി കട്ട് ചെയ്യരുത്. 6, എത്ര വലിയ ബ്ലൗസ് ആയാലും 6. സാധാരണ ചിലരൊക്കെ ആംഹോളൊക്കെ കയ്യിൽ നിന്ന് അളന്നെടുക്കുന്നതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് നിങ്ങൾ കറക്റ്റ് മനസ്സിൽ വെച്ചോളൂ. 6 മതി. ഇതാ ഇതിപ്പം കണ്ടോ, തയ്ച്ച് വരുമ്പോഴും ഇതാ അത്രയേ ഉള്ളൂ. കണ്ട, ഒരു മാറ്റവും ഇല്ല, കറക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് ഇതിന്റെ